അമ്മ സംഘടനയ്ക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളും ചേരിപ്പോരും പരസ്യമാക്കി നടി അൻസിബ ഹസൻ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയുമായി സംഘടനയുടെ വൈസ് പ്രസിഡന്റും നടിയുമായ ലക്ഷ്മിപ്രിയ രംഗത്ത്. അൻസിബയ്ക്കെതിരെ വ്യാജ പരാതി നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന എക്സിക്യൂട്ടീവ് അംഗം താൻ തന്നെയാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ലക്ഷ്മിപ്രിയ പരസ്യമായി വ്യക്തമാക്കി. അൻസിബ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും വ്യക്തിപരമായ ഒരു തർക്കത്തെ അൻസിബ വർഗീയമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. കഴിഞ്ഞ ഡിസംബർ 10 അൻസിബ തന്റെ ഫോണിലേക്ക് അയച്ച ഒരു സന്ദേശമാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് ലക്ഷ്മിപ്രിയ വെളിപ്പെടുത്തി. ഈ മെസ്സേജിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പലതവണ അൻസിബയോട് വിശദീകരണം ചോദിച്ചെങ്കിലും നൽകാൻ അവർ തയ്യാറായില്ല. ഈ ഫോൺ സന്ദേശം കാരണം തന്റെ കുടുംബജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് സന്ദേശത്തിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാനും കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുമായി താൻ വനിതാ സെല്ലിൽ പരാതി നൽകിയത്. അത് അൻസിബയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യിക്കാൻ വേണ്ടിയായിരുന്നില്ല. ഈ വിഷയം ഞാനും അൻസിബയും തമ്മിൽ മാത്രമുള്ളതാണ്. ഇതിനെ മത തീവ്രവാദിയാക്കിയെന്നോ ജിഹാദി എന്ന് വിളിച്ചു എന്നോ ഉള്ള ഇത്തരത്തിലുള്ള മറ്റ് വിഷയങ്ങളുമായി കൂട്ടി വായിക്കേണ്ടതില്ലെന്നും അവർ പറഞ്ഞു. അമ്മയുടെ യോഗത്തിൽ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട പരസ്യം നൽകുന്നതിനെ അൻസിബ മാത്രമല്ല മറ്റു പലരും എതിർത്തിരുന്നു. എന്നാൽ താൻ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറഞ്ഞിട്ടില്ലെന്നും ലക്ഷ്മിപ്രിയ കൂട്ടിച്ചേർത്തു. സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന മറ്റു പല ഗൂഢാലോചനകളിലേക്കും ലക്ഷ്മിപ്രിയ വിരൽ ചൂണ്ടി. അമ്മയുടെ നിലവിലെ ജനറൽ സെക്രട്ടറിയും നടി നീന കുറുപ്പുമാണ് സംഘടനയിലെ പ്രശ്നങ്ങൾക്ക് പിന്നിലെ പ്രധാന ഗൂഢാലോചനക്കാർ എന്ന് ലക്ഷ്മിപ്രിയ ആരോപിച്ചു. മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പോലും അറിയാതെയാണ് സെക്രട്ടറി പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഓഫീസിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പ്രസിഡന്റിനെ അറിയിക്കുന്നില്ല. നീന കുറുപ്പിനെ പ്രീതിപ്പെടുത്താത്തതിന്റെ പേരിൽ തനിക്ക് 1 മാസത്തേക്ക് അമ്മയിൽ വിലക്ക് ഏർപ്പെടുത്തുന്ന സാഹചര്യം വരെയുണ്ടായി. ഓരോരുത്തരെയായി സംഘടനയിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് നീന കുറുപ്പിന്റെ ലക്ഷ്യം. നടൻ ഉണ്ണി ശിവപാൽ ഇവിടെ വെറുമൊരു ബലിയാടാക്കപ്പെടുകയാണ് ചെയ്തത്. വർഷങ്ങളായി തനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ടിനി ടോം സ്ത്രീകളെ വളരെയധികം ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന പരാതികൾ വിശ്വസിക്കാൻ കഴിയില്ലെന്നും ഇതിന് പിന്നിലും നീന കുറുപ്പാണെന്നും ലക്ഷ്മിപ്രിയ തുറന്നടിച്ചു. അൻസിബയ്ക്കെതിരെ തന്റെ പക്കലുള്ള എല്ലാ തെളിവുകളും വരാനിരിക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ പരസ്യമായി കാണിക്കുമെന്നും നിയമപരമായും സംഘടനാപരമായും മുന്നോട്ടു പോകുമെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കുകയും ചെയ്തു.